കരഞ്ഞു മെഴുകാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ തരാത്തത്. അനു രമ്യ ചേച്ചിയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താണെന്നോ അതിവര് സോൾവ് ചെയ്യുന്നോ നമുക്ക് നോക്കാം. രമ്യ ചേച്ചി എന്നെ പറയണം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അനുവിനെ ഇന്റർവ്യൂ ചെയ്ത ആള് ഞാനാണ്. അപ്പൊ അനു എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിൻ ചെയ്താൽ ചേച്ചിക്കായിരിക്കും ഞാൻ ആദ്യം ഇന്റർവ്യൂ തരാം വന്നു കഴിഞ്ഞാൽ. അപ്പൂസ് കൊറേ വിളിച്ചു, അവള് പറ്റിക്കുകയാണ് ചെയ്തത്. വധശ്രമം ഉണ്ടായിട്ടില്ല, വധഭീഷണി എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരിക്കലും ഞാൻ പാർട്ടികൾക്കെതിരല്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വണ്ടികളുടെ വീഡിയോയോട് അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്റെ ബെഡ്റൂമിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ബൈച്ചേണ്ടയാണ്. ബൈച്ചേണ്ട വീഡിയോസ് കണ്ടാണ് എന്റെ ഹസ്ബൻഡ് വിഷ്ണു ഉറങ്ങാറുള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഘോഷങ്ങൾ അത് ഏതുമായിക്കോട്ടെ, ബർത്ത്ഡേ, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്, അങ്ങനെ ആഘോഷങ്ങൾ ഏതാണെങ്കിലും ഓർക്കുക, ലെറ്റ്സ് വാൻ എ യുണീക് സിഗ്നേച്ചർ. ഡാസ്ലർ റിട്ടേൺ ഐക്കോണിക് ഇന്റർവ്യൂർ ഓഫ് ദ ഇയർ ആണ് പറയാൻ പോകുന്നത്. ആരാണ് വിന്നർ? രമ്യ നിഖിൽ. രമ്യ ചേച്ചി, രമ്യ നിഖിലാണ് ഞങ്ങളുടെ ഐക്കോണിക് ഇന്റർവ്യൂർ ഓഫ് ദി ഇയർ. സിഗരാജൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡ് തന്ന ആളാണ്. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റി. ചേച്ചി സോ ഹാപ്പി, സോ പ്രൗഡ്. ഇത് മനഃപൂർവ്വമാണ് ഞങ്ങൾ അനുവിനെയും കൂടി വേദിയിലേക്ക് വിളിച്ചു കയറ്റിയത്. വേറൊന്നുമല്ല, അനു രമ്യ ചേച്ചിയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയതല്ല, കുറച്ച് അധികം വലിയ പ്രശ്നമാണ്. ഒരു കോൾഡ് വാറൊക്കെ ഉണ്ട്. അതെന്താണെന്നോ അതിവർ സോൾവ് ചെയ്യുന്നോ നമുക്ക് നോക്കാം. രമ്യ ചേച്ചി എന്നെ പറയണം ഫസ്റ്റ്. പ്ലീസ് രമ്യ ചേച്ചി, എന്താണ് ചേച്ചിക്കുള്ള പരാതി? പറയൂ ചേച്ചി, തുറന്നു പറയൂ, മനസ്സ് തുറക്കും. ഞാൻ ഇന്നിത് ഇവിടെ ചോദിക്കുന്നുള്ള കാര്യം അനുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അനു അതിനുള്ള ആൻസറും ഒക്കെ റെഡി ആയിട്ടായിരിക്കും അനു ഇന്ന് വന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ട് പറയാം. അനു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഏറ്റവും ലാസ്റ്റായിട്ട് അനുവിനെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഞാനാണ്. അന്ന് അനുവിനെ ഇൻ്റർവ്യൂ ചെയ്ത അനുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് തോന്നി ഈ പ്രാവശ്യത്തെ സീസണിൽ അനു തന്നെ ആയിരിക്കും വിൻ ചെയ്യുന്നുണ്ടാവുക എന്ന്. ഞാനത് അപ്പോൾ പ്രഡിക്റ്റ് ചെയ്തു. അന്നേരത്തെ ചേച്ചി പറഞ്ഞു അതൊന്ന് നിൽക്കട്ടെ, നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കണം. ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം. പ്ലീസ് വീഡിയോ പ്ലീസ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടതെന്താണെന്നറിയോ? അത് ഇങ്ങനെ ബിഗ് ബോസിലെ ട്രോഫിയൊക്കെ പിടിച്ച് പോകുന്നതിന് മുന്നേ ട്രോഫിയോ. വെൽക്കം ടു ബിഗ് ബോസ് സീസൺ 7. താങ്ക് യു. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിമിഷം വരുന്ന പറയണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലാലൻ്റെ അടുത്ത് നിന്നിട്ട് കയ്യിൽ ഞാൻ ഈ കൈ പൊക്കുമ്പോൾ ഈ പേടിച്ച് പെട്ടെന്ന് ഈ കൈ പൊക്കാതെ എന്ത് കൊടുക്കണേ. വിന്നറായതിൽ ഒരുപാട് സന്തോഷം. ദൈവം, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും, അതെല്ലാം എനിക്ക് ദൈവം സാധിച്ചു തരുന്നുണ്ട്. ഒപ്പം ഇതും ഇനിയും അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ കയ്യടി കൊടുക്കാം ആദ്യം തന്നെ, കാരണം ബിഗ് ബോസിന്റെ വിന്നറാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അനു, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. എപ്പോൾ കണ്ടാലും അത് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹമുണ്ട്. ആൻഡ് രമ്യ ചേച്ചിക്കുള്ള കംപ്ലൈൻറ്റ് ഇപ്പോൾ പറയാം. ഇനി ഇല്ല, അന്ന് ഞാൻ പറഞ്ഞു ലാലേട്ടൻ അനുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് പൊക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലാലേട്ടൻ്റെ ഇടത് സൈഡിലായിരിക്കും നീ നിൽക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടുപോയി എന്ന് അങ്ങനെ പറഞ്ഞ് അതേപോലെ തന്നെ സംഭവിച്ചു എന്ന്. അന്നപ്പോൾ അനു എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ, അങ്ങനെ എങ്ങാനും എനിക്ക് ഞാൻ വിൻ ചെയ്താൽ ഞാൻ എയർപോർട്ടിൽ നിന്നും കപ്പുമായിട്ട് നേരെ വരുന്നത് ചേച്ചിയുടെ വീട്ടിലായിരിക്കും എന്ന്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. അനുചേച്ചി വന്നോ, അനു വന്നോ, അനു വന്നോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഈ കള്ളിപ്പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ വന്നുമില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിക്കായിരിക്കും ഞാൻ ആദ്യം ഇന്റർവ്യൂ തരാം വന്നു കഴിഞ്ഞാൽ. അപ്പൂസ് കുറേ വിളിച്ചു, അവള് പറ്റിക്കുകയാണ് ചെയ്തത്, വന്നതേ ഇല്ല. എന്താണ് അനുക്കുട്ടിക്ക് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ എൻ്റെ യാത്രയിൽ പ്രധാന ഘട്ടങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് മൈൽസ്റ്റോൺ മേക്കർ. അപ്പോൾ അതൊരിക്കലും ഞാൻ മറക്കത്തില്ല. അപ്പോൾ എൻ്റെ സന്തോഷങ്ങളാണെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എല്ലാം പ്രേക്ഷകർക്ക് ഒപ്പിയെടുത്ത് കൊടുത്തൊരു ആളാണ് നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സും പിന്നെ രമ്യ ചേച്ചി എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ ചേച്ചിക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ നമ്മൾ അപ്പോഴും വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം, 100 ദിവസവും കരയാത്ത ദിവസങ്ങളില്ല, എല്ലാ ദിവസവും കരഞ്ഞ് മെഴുകിയിട്ടുള്ള ഒരാൾ. അപ്പോൾ എന്തായാലും രമ്യ ചേച്ചി എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ, പോയിട്ട് വന്നോടനെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എന്തായാലും അവിടുത്തെ വീണ്ടും ഇൻ്റർവ്യൂവിൽ എനിക്ക് കരഞ്ഞ് മെഴുകാൻ വയ്യാത്തത് കൊണ്ടാണ് ശരിക്കും ഞാൻ ഇൻ്റർവ്യൂ തരാത്തത്. പിന്നെ ഒന്ന് ഓവർകം ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും, അവൻ ടൈം എടുക്കും. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഞാൻ ഓക്കെ ആയി വന്നത് തന്നെ. എന്നാലും ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഓക്കെ ആയതിനു ശേഷം ടൈം ഉണ്ടല്ലോ ലൈഫിൽ. അപ്പൊ എത്ര സമയം വേണം അനുവിന് ഓക്കെ ആവാൻ? അല്ലല്ല ഉടൻ തന്നെ അപ്പോസ് അതിന് ശേഷം വിളിക്കോളൂ. ഓക്കെ അപ്പൂസ് എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആ ടൈമിൽ ഞാൻ വന്നില്ലായിരുന്നു. അത് ഇതുകൊണ്ടാട്ടോ ഞാൻ വരാത്തത്. മെയിൻ കാരണം ഇതുകൊണ്ടാണ്, ഇൻ്റർവ്യൂ തരാത്തത് കൊണ്ടാണ്. അപ്പം ആ ടൈമിൽ ഞാൻ വിചാരിച്ചു, ഇപ്രാവശ്യം എനിക്കിങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം എന്തായാലും രമ്യ ചേച്ചിക്ക് ഇൻ്റർവ്യൂ കൊടുക്കണം. കാരണം ഇത് ഓക്കെ ആവണമല്ലോ. എനിക്ക് പറയാൻ പറഞ്ഞ് ചിലപ്പോൾ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. പക്ഷെ അനു, വി മസ്റ്റ് സേ ലൈക്ക് ഇതൊക്കെ രമേശ് ചേച്ചി പറയുമ്പോഴും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എപ്പോഴും അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് മാത്രമല്ല ചേച്ചി വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഇത് ചേച്ചിയായിട്ട് കൂടെ നിന്ന് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻ്റർവ്യൂവിൽ ഉറപ്പായിട്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. പിന്നെ ഈ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ കാണുന്നത്, പുറത്ത് ഓഡിയൻസും കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും വെറുതെ വന്ന് എന്തിനാ വീണ്ടും വീണ്ടും കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കമൻറ്റ്സ് വരുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ നോ വറീസ്. കാരണം മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ പേജിൽ വന്ന കുറേ ട്രോളുകൾക്കുള്ളൊരു ആൻസർ പോലെ നമ്മളിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും അനുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡിന് അനു വരണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതും. ഈ 100 ദിവസം അനുവിൻ്റെ എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അനു ഇതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി വീട്ടിലെത്തിയതിന് ശേഷം ഓരോ ദിവസമായിട്ട് ഇരുന്ന് വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാനൊരു 4-5 എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എപ്പിസോഡ് കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ഞാൻ കാണാൻ നിന്നില്ല. ഓക്കെ, ഷുവർ. അപ്പോൾ എന്തായാലും ഇനി അനുവിൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, വിബിൻ്റെ കാര്യങ്ങളുണ്ട്. സോ രമ്യ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത അവാർഡ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാനാണ് വീണയും പൊന്നമ്മ ചേച്ചിയും കൂടെ നിൽക്കുന്ന. വീണ അവാർഡ് കാറ്റഗറി ഏതാണെന്നൊന്ന് വായിക്കണം പ്ലീസ്. Dazzler Eternal Iconic Digital Journalist 2025. ഐക്കോണിക് ജേർണലിസ്റ്റ് ഡാസ്ലർ എറ്റർണ അവാർഡ് ആർക്കാണെന്ന് വീണ അനൗൺസ് ചെയ്യാണ്. Baiju N. Nair. ബൈജു എൻ നായർ ഐക്കോണിക് ജേർണലിസ്റ്റ് അവാർഡാണ്. പൊന്നമ്മ ചേച്ചി അവാർഡ് ഒന്ന് നൽകാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. യെസ് ബൈചേട്ടാ. കാരണം ഞങ്ങളൊക്കെ ഏത് വണ്ടി എടുക്കണമെങ്കിലും മുമ്പ് വിളിച്ച് ചോദിക്കുന്ന ആൾ ബൈചേട്ടനാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പറയും, രാത്രി 10:30 കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ശബ്ദം, എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ബൈചേട്ടൻ്റെയാണ്. കാരണം ബൈചേട്ടൻ്റെ വീഡിയോസ് കണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് വിഷ്ണു ഉറങ്ങാറുള്ളത്. അങ്ങനെയല്ല പുള്ളിക്ക് അത് ഫുള്ള് കാണണം. ബൈചേട്ടൻ വീഡിയോസ് ഇടുന്നതിന് മുമ്പ് തന്നെ ബൈചേട്ടൻ്റെ പേജിൽ കയറി തുറന്ന് നോക്കി എല്ലാം കണ്ടിട്ട് കിടന്നുറങ്ങുന്ന ഒരാളാണ് എൻ്റെ കെട്ടിയോൻ. അപ്പോൾ ബൈചേട്ടാ, വീണയുമായിട്ട് ഇൻ്റർവ്യൂവിൽ ഒരു അവിഹിത ബന്ധമുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അത്രയും ഇൻ്റർവ്യൂസാണ് വീണയ്ക്ക് നൽകിയത്. അതെന്താണ് ഏട്ടാ വീണയ്ക്ക് മാത്രം ഇത്രയും കൂടുതൽ ഇൻ്റർവ്യൂസ് നൽകുന്നത്? അല്ല, വീണയുടെ കാര്യത്തിൽ ചോദിക്കുകയല്ലോ, വരികയാണല്ലോ, അത്രേ ഉള്ളൂ. ചോദ്യമില്ല. ഇപ്പോൾ വീണ ആദ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ ചെയ്ത് തന്നെ വീണയാണെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ വീട് വെച്ചു, അപ്പോഴും വീണയങ്ങ് വന്നു, വരുന്നു, ചെയ്യുന്നു. അല്ലാതെ ചോദ്യം പറച്ചിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ചോദ്യമില്ല. അല്ല, ബൈചേട്ടൻ്റെ നമ്മൾ കാണുമ്പോൾ അറിയാം അന്നത്തെ കാര്യം, അതായത് ഇന്ന് നടക്കുന്ന ഒരു കാര്യം ഒരു സറ്റയർ വിഷയവുമായിട്ട് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചേട്ടൻ്റെ പല എപ്പിസോഡ്സിലും നമ്മൾ കാണാറുള്ളത്. ഏതെങ്കിലുമൊക്കെ പാർട്ടീനെയൊക്കെ എതിരെയൊക്കെ പറയുന്നത് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങി തല്ല് കിട്ടുക, കൊലപാതക ശ്രമം, അങ്ങനെ എന്തെങ്കിലും വധശ്രമം, ഫോൺ കോൾസ് ഒക്കെ വരാറുണ്ടോ ചേട്ടൻ? വധശ്രമം ഉണ്ടായിട്ടില്ല, വധഭീഷണി എപ്പോഴും ഉണ്ടാകാറുണ്ട്. വധഭീഷണി ഉണ്ടാകാറുണ്ട്. നമ്മളെ ചില ഞാൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ടും രാവിലെ നമ്മൾ 2 പത്രം വായിക്കുന്നു, ചാനൽ കാണുന്നു, ന്യൂസ് കാണുന്നു, ലോകവിശേഷങ്ങളെല്ലാം അന്വേഷിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്കൊരു സാമൂഹ്യ വിമർശനം നമ്മുടെ നാച്ചുറലി വരും. പിന്നെ ഞാനെപ്പോഴും വാഹനങ്ങളുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ക്ലബ് ചെയ്ത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സാമൂഹ്യ വിമർശനം. ഒരിക്കലും ഞാൻ പാർട്ടികൾക്കെതിരല്ല, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ വണ്ടികളുടെ വീഡിയോയോട് അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇഷ്ടംപോലെ വധഭീഷണിയൊക്കെ വരാറുണ്ട്. എന്നാൽ ഞാൻ കൊല്ലുമൊന്നുമില്ലായിരിക്കും. അങ്ങനെ
ഇതുവരെ നേരിട്ട് ആരും വന്നിട്ടൊന്നുമില്ല കൊല്ലാനായിട്ട്. ഇല്ല, കൊല്ലുന്ന മുഖഭാവത്തോടു കൂടിയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ബൈച്ചേട്ടാ. അപ്പോൾ ഇനിയും വണ്ടികളുടെ വീഡിയോ ചെയ്യാം. ബൈച്ചേട്ടാ എന്ന് വണ്ടികളുടെ വീഡിയോ നിർത്തുന്ന അന്ന് എൻ്റെ കെട്ടിയോൻ ബൈച്ചേട്ടൻ്റെ വീട്ടിൽ വരും. ഇല്ല, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കും. താങ്ക് യു. ഏതായാലും മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നന്ദിയുണ്ട്. കാരണം ഈ അവാർഡുകൾ കിട്ടുന്ന എപ്പോഴും ഈ പറഞ്ഞ ഒരു പ്രചോദനമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എനിക്ക് കിട്ടിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡായിരുന്നു, ഒരു എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക്. അതിനുശേഷം സോഷ്യൽ മീഡിയ വന്നപ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള അവാർഡുകൾ എപ്പോഴും ഒരു പ്രചോദനമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.